അപ്പോൾ ഫസ്റ്റ് ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു, വെൽത്ത് ഡെഫിനിഷൻ. എന്തൊക്കെയാണ് പറഞ്ഞത്? അക്കോർഡിംഗ് ടു ആഡം സ്മിത്ത് ഇൻ ഹിസ് ബുക്ക് ആൻ എൻക്വയറി ഇൻ ടു ദി നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ് published in the year 1776, defined the term economics as a science of wealth. That is, it is studied about how to acquire wealth and how to spend it. എങ്ങനെ സമ്പത്ത് നേടാം, നേടിയ സമ്പത്ത് എങ്ങനെ ചെലവഴിക്കാം. So, his definition is known as wealth definition. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നിർവചനത്തെ വിളിക്കുന്ന പേരാണ് wealth definition. The first definition economics. Then, the second definition. According to Alfred Marshall, the neoclassical economist, മധ്യകാലഘട്ട സാമ്പത്തിക ശാസ്ത്രജ്ഞനായിരുന്ന ആൽഫ്രഡ് മാർഷൽ, ഇൻ ഹിസ് ബുക്ക് പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ്, സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ, അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേരാണ് സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ, പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ്, പബ്ലിഷ്ഡ് ഇൻ ദി ഇയർ 1890, 1890 ആൽഫ്രഡ് മാർഷൽ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു. ആ പുസ്തകത്തിൻ്റെ പേരാണ് ആൽഫ്രഡ് മാർഷൽ, അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേരാണ് പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ്. അപ്പോൾ അക്കോർഡിംഗ് ടു ആൽഫ്രഡ് മാർഷൽ ഇൻ ഹിസ് ബുക്ക് പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് പബ്ലിഷ്ഡ് ഇൻ ദി ഇയർ 1890 ഡിഫൈൻഡ് ദി ടേം എക്കണോമിക്സ് ആസ് എ സയൻസ് ഓഫ് വെൽഫെയർ. 1890 ആൽഫ്രഡ് മാർഷൽ സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ എന്നൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചു. ഈ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നു, എക്കണോമിക്സ് ഈസ് നോട്ട് എ സയൻസ് ഓഫ് വെൽത്ത്. സാമ്പത്തിക ശാസ്ത്രം എന്ന് പറഞ്ഞാൽ സമ്പത്തിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രമല്ല, പിന്നെന്തിനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രമാണ്. ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് വെൽഫെയർ. ആരെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രമാണ്? ക്ഷേമത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രമാണ്. അദ്ദേഹം അത് ഒന്നുകൂടെ നിർവചിക്കുന്നു. അക്കോർഡിംഗ് ടു ഹിം, എക്കണോമിക്സ് ഈസ് ദി സ്റ്റഡി ഓഫ് മാൻകൈൻഡ് ഇൻ ദി ഓർഡിനറി ബിസിനസ് ലൈഫ്. എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ആരെക്കുറിച്ചുള്ള പഠനമാണ്? ഇറ്റ് ഈസ് സ്റ്റഡി ഓഫ് മാൻകൈൻഡ്, മനുഷ്യരാശിയെക്കുറിച്ച്. മനുഷ്യരാശിയുടെ എന്തിനെക്കുറിച്ചുള്ള പഠനം? ഇൻ ദി ഓർഡിനറി ബിസിനസ് ലൈഫ്, മനുഷ്യരാശിയുടെ സാധാരണ ജീവിതഗതിയെക്കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം. സോ ഇറ്റ് ഈസ് ഓൺലി എ വൺ സൈഡ് സ്റ്റഡി ഓഫ് വെൽത്ത്, ഓൺ ദി അതർ ആൻഡ് മോർ ഇമ്പോർട്ടൻ്റ് സൈഡ് എ സ്റ്റഡി ഓഫ് മാൻ. അപ്പം മനുഷ്യൻ്റെ സാധാരണ ജീവിതഗതിയിൽ സമ്പത്തിനുള്ള സ്ഥാനം ഭാഗികം മാത്രമാണ്. മനുഷ്യൻ്റെ സാധാരണ ജീവിതഗതിയിൽ പ്രധാന ഭാഗം മനുഷ്യനാണ്. മനുഷ്യൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? ക്ഷേമമാണ്. വെൽത്ത് ഈസ് ഓൺലി എ മീൻസ് ടു പ്രൊമോട്ട് വെൽഫെയർ. വെൽത്ത് എന്ന് പറഞ്ഞാൽ വെൽഫെയറിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു മീൻസ് ആണ്, ഒരു ഉപാധി മാത്രമാണ്. അല്ല, വെൽത്ത് ഉണ്ടായിട്ട് നമുക്ക് ക്ഷേമം ഉണ്ടാകണമെന്നില്ല. നിങ്ങൾക്കറിയാം, ഒരുപാട് അതീവ സമ്പന്നന്മാരായിരിക്കും, നല്ല ആഹാരം കഴിക്കാൻ പറ്റില്ല, നല്ല വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റില്ല, അവരുടെ ആരോഗ്യസ്ഥിതി അവരെ അതിന് അനുവദിക്കുന്നില്ല. അപ്പോൾ വെൽത്ത് ഉണ്ടായതുകൊണ്ട് ക്ഷേമം ഉണ്ടായോ? അപ്പോൾ പക്ഷേ വെൽത്ത് ഇല്ലെങ്കിൽ ക്ഷേമം ഉണ്ടാവുമോ? അതുമില്ല. അപ്പോൾ ക്ഷേമത്തിലേക്ക് എത്താനുള്ള ഒരു ഉപാധി മാത്രമാണ് വെൽത്ത്, സമ്പത്ത്. അല്ലാതെ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ അപ്പോൾ സമ്പത്തിനെ കുറിച്ചുള്ള പഠനമല്ല. സമ്പത്തിൻ്റെ ആത്യന്തികമായ ധർമ്മം മനുഷ്യന് ക്ഷേമം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ക്ഷേമത്തെക്കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് ആൽഫ്രഡ് മാർഷൽ പറഞ്ഞു. സോ ഹിസ് ഡെഫിനിഷൻ ഈസ് നോൺ ആസ് വെൽഫെയർ ഡെഫിനിഷൻ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ നിർവചനത്തെ വിളിക്കുന്ന പേരാണ് ക്ഷേമ നിർവചനം. അപ്പോൾ ക്ലാസിക്കൽ എക്കോണമിസ്റ്റ് ആഡം സ്മിത്തിൻ്റെ നിർവചനം എക്കണോമിക്സ് എന്നാൽ എന്ത് എന്ന് ചോദ്യത്തിന് ഉത്തരവായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. മറ്റു ചിലർ ചോദിക്കാം, വാട്ട് ഈസ് എക്കണോമിക്സ് എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? എക്കണോമിക്സ് ഈസ് എ സയൻസ് ഓഫ് വെൽഫെയർ. എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ക്ഷേമത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രമാണ് സാമ്പത്തിക ശാസ്ത്രം. അതും കറക്റ്റാണ്. അപ്പോൾ ഈ രണ്ട് നിർവചനങ്ങളും, ഡെഫിനിഷൻസ് ഓഫ് എക്കണോമിക്സിൽ ഈ രണ്ട് നിർവചനങ്ങൾ പഠിക്കാനുള്ള കാരണം മനസ്സിലായല്ലോ. കാരണം എക്കണോമിക്സ് എന്നാൽ എന്ത് എന്ന് ചോദ്യത്തിന് ഇറ്റ് ഈസ് എ സയൻസ് ഓഫ് വെൽത്ത്, വെൽത്ത് ഡെഫിനിഷൻ. അല്ലെങ്കിൽ നമ്മൾ പറയുകയാണ് എക്കണോമിക്സ് ഈസ് എ സയൻസ് ഓഫ് വെൽഫെയർ, അത് വെൽഫെയർ ഡെഫിനിഷൻ. ദാറ്റ് ഇസ് എ സെക്കൻഡ് ഡെഫിനിഷൻ ടു എക്കണോമിക്സ്. നോട്ട് ശ്രദ്ധിക്കുക. According to Alfred Marshall in his book Principles of Economics, published in the year 1890, defined the term economics as a science of welfare. That is, economics is the study of mankind in the ordinary business life. So it is only a one-sided study of wealth. On the other hand, a more important side, a study of man. Therefore, his definition is known as welfare definition. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ നിർവചനത്തെ വിളിക്കുന്ന പേരാണ് ക്ഷേമ നിർവചനം, വെൽഫെയർ ഡെഫിനിഷൻ. അപ്പോൾ നമ്മൾ രണ്ട് ഡെഫിനിഷൻസ് കഴിഞ്ഞു. വെൽത്ത് ഡെഫിനിഷൻ കഴിഞ്ഞു, വെൽഫെയർ ഡെഫിനിഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് സ്കേഴ്സിറ്റി ഡെഫിനിഷൻ. ഓക്കെ, അപ്പോൾ നമുക്കുള്ള മൂന്നാമത്തെ നിർവചനമാണ് സ്കേഴ്സിറ്റി ഡെഫിനിഷൻ. ദൗർലഭ്യ നിർവചനം.
സ്കേഴ്സിറ്റി മീൻസ് ദൗർലഭ്യം. ദൗർലഭ്യം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അവൈലബിൾ ബട്ട് ഇറ്റ് ഈസ് നോട്ട് സഫീഷ്യൻറ്റ്. ലഭ്യമാണ്, പക്ഷേ ആവശ്യത്തിന് തികയില്ല. ആ അവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്കേഴ്സിറ്റി. സ്കേഴ്സിറ്റി ഡെഫിനിഷൻ, ദൗർലഭ്യ നിർവചനം. ഈ നിർവചനം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് പ്രൊഫസർ ലാനൽ റോബിൻസ് ആണ്. നമുക്ക് നോക്കാം. അക്കോർഡിംഗ് ടു പ്രൊഫസർ ലാനൽ റോബിൻസ് ഇൻ ഹിസ് ബുക്ക്, ലാനൽ റോബിൻസ് അദ്ദേഹത്തിൻ്റെ പുസ്തകമായ ആൻ എസ്സേ ഓൺ ദി നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് എക്കണോമിക്സ്. ലാനൽ റോബിൻസിൻ്റെ പുസ്തകത്തിൻ്റെ പേരാണ് നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് എക്കണോമിക്സ്. നേച്ചർ മീൻസ് സ്വഭാവം, സിഗ്നിഫിക്കൻസ് പ്രാധാന്യം. അപ്പോൾ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ സ്വഭാവത്തെയും പ്രാധാന്യത്തെയും കുറിച്ച ഒരു വിവരണം, ഇതാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേര്. അപ്പോൾ അക്കോർഡിംഗ് ടു പ്രൊഫസർ ലയണൽ റോബിൻസ് ഇൻ ഹിസ് ബുക്ക് ആൻ എസ്സേ ഓൺ ദി നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് എക്കണോമിക്സ് പബ്ലിഷ്ഡ് ഇൻ ഇയർ 1932, 1932 ലയണൽ റോബിൻസ് ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേരാണ് ആൻ എസ്സേ ഓൺ ദി നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് എക്കണോമിക്സ്. ഈ പുസ്തകത്തിൽ ലയണൽ റോബിൻസ് പറയുന്നു, എക്കണോമിക്സ് ഈസ് എ സയൻസ് ഓഫ് സ്കേഴ്സിറ്റി ആൻഡ് ചോയ്സ്. എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? സ്കേഴ്സിറ്റിയെക്കുറിച്ചും ചോയ്സിനെ കുറിച്ചും, തിരഞ്ഞെടുക്കലിനെ കുറിച്ചും. അപ്പോൾ ദൗർലഭ്യത്തെക്കുറിച്ചും തിരഞ്ഞെടുക്കലിനെ കുറിച്ചുമുള്ള ശാസ്ത്രമാണ്, അല്ലെ ദൗർലഭ്യത്തെക്കുറിച്ചും തിരഞ്ഞെടുക്കലിനെക്കുറിച്ചും പഠിക്കുന്ന ശാസ്ത്രമാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് 1932 ലയണൽ റോബിൻസ് തൻ്റെ പുസ്തകമായ ആൻ എസ്സേ ഓൺ ദി നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് എക്കണോമിക്സ് എന്ന് പറയുന്ന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു. ദാറ്റ് ഈസ്, അദ്ദേഹം പറയുന്നു, അക്കോർഡിംഗ് റോബിൻസ്, എക്കണോമിക്സ് ഈസ് എ സോഷ്യൽ സയൻസ്. എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു സാമൂഹിക ശാസ്ത്രമാണ്. അതുകൊണ്ട് തന്നെ വിച്ച് ഡീൽസ് വിത്ത് ഹ്യൂമൻ ബിഹേവിയർ. അപ്പോൾ എക്കണോമിക്സ് ഈസ് എ സോഷ്യൽ സയൻസ്. എക്കണോമിക്സ് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ സയൻസ്, സാമൂഹ്യ ശാസ്ത്രമാണ്. ഒരു സോഷ്യൽ ആനിമലാണ് മനുഷ്യൻ, ഹ്യൂമൻ ബീയിങ്സ്. സോ ബൈ സ്റ്റഡിങ് എക്കണോമിക്സ് വി വിൽ സ്റ്റഡി അബൌട്ട് ദി ഹ്യൂമൻ ബിഹേവിയർ. അതുകൊണ്ട് എക്കണോമിക്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ആരെക്കുറിച്ച് പഠിക്കും? ഹ്യൂമൻ ബിഹേവിയർ, മനുഷ്യൻ്റെ പെരുമാറ്റ രീതികളെ കുറിച്ച് പഠിക്കും. ആസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എൻസ് ആൻഡ് സ്കേഴ്സ് മീൻസ്. മനുഷ്യൻ്റെ ഈ പെരുമാറ്റ രീതിയിൽ എന്തുമായിട്ട് ബന്ധമുണ്ട്? പെരുമാറ്റ രീതിക്ക് എന്തുമായി ബന്ധമുണ്ട്? എൻസ് ആൻഡ് സ്കേഴ്സ് മീൻസ്. എൻസ് മീൻസ് അൺലിമിറ്റഡ് വാണ്ട്സ്, അനന്തമായ ആവശ്യങ്ങൾ. സ്കേഴ്സ് മീൻസ് ദി റിസോഴ്സസ് വിച്ച് ആർ അവൈലബിൾ ഫോർ സാറ്റിസ്ഫൈങ് അവർ വാണ്ട്സ്. ദിസ് ഈസ് സ്കേഴ്സ്. അപ്പോൾ എൻസ് എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് വാണ്ട്സ്, അനന്തമായ ആവശ്യങ്ങൾ. മീൻസ് നമ്മുടെ അനന്തമായ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാനുള്ള വിഭവങ്ങൾ. ഇവ രണ്ടും തമ്മിലുള്ള പഠനം, ആ ഒരു കമ്പാരിസൺ, രണ്ടിനോട് മനുഷ്യൻ എങ്ങനെ പെരുമാറുന്നു, അതിനെക്കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് പ്രൊഫസർ ലയണൽ റോബിൻസ് പറഞ്ഞു. സോ ഹിസ് ഡെഫിനിഷൻ ഈസ് നോൺ ആസ് സ്കേഴ്സിറ്റി ഡെഫിനിഷൻ. ഇനി ഈ എൻസിന് സ്കേഴ്സ് മീൻസ് വന്നുണ്ട് വിച്ച് ഹാവ് ആൾട്ടർനേറ്റീവ് യൂസസ്. അപ്പോൾ എക്കണോമിക്സ് ഇസ് എ സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ആസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എൻസ് ആൻഡ് സ്കേഴ്സ് മീൻസ് വിച്ച് ഹാവ് ആൾട്ടർനേറ്റീവ് യൂസസ്. വാട്ട് ഡു യു മീൻ ബൈ ആൾട്ടർനേറ്റീവ് യൂസസ്? ഇനി എന്താ ഇനി ആൾട്ടർനേറ്റീവ് യൂസസ് എന്ന് പറഞ്ഞാൽ? ഞാനൊരു എക്സാമ്പിൾ പറയാം. എൻ്റെ കയ്യിൽ 10 രൂപയുണ്ട്. 10 രൂപയുള്ള സമയത്ത് എനിക്ക് 4 ഐറ്റം സാധനം വേണം. പേന വേണം, ബുക്ക് വേണം, പെൻസിൽ വേണം, ചെരുപ്പ് വേണം. പേന, പെൻസിൽ, ബുക്ക്, ചെരുപ്പ്, ഈ 4 ഐറ്റമാണ് എനിക്ക് ആവശ്യമായിട്ടുള്ളത്. എൻ്റെ കയ്യിൽ 10 രൂപയുമുണ്ട്. ഈ 10 രൂപ കൊടുത്താൽ ഈ 4-ൽ ഏത് വേണമെങ്കിലും വാങ്ങിക്കാം. 10 രൂപ കൊടുത്താൽ എനിക്ക് പേന വാങ്ങിക്കാം, അപ്പോൾ പെൻസിലും ബുക്കും ചെരുപ്പും വാങ്ങിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ 10 രൂപ കൊടുത്താൽ ചെരുപ്പ് വാങ്ങിക്കാം, ബാക്കി 3 ഐറ്റം വാങ്ങാൻ പറ്റില്ല. 10 രൂപയുടെ ഈ കപ്പാസിറ്റി, ഈ കഴിവിനെ വിളിക്കുന്ന പേരാണ് ആൾട്ടർനേറ്റീവ് യൂസിങ് കപ്പാസിറ്റി. ആവശ്യങ്ങളിൽ ഏതിനു വേണ്ടി വേണമെങ്കിലും വിനിയോഗിക്കുവാനുള്ള കഴിവ്, അതിനെ വിളിക്കുന്ന പേരാണ് ആൾട്ടർനേറ്റീവ് യൂസിങ് കപ്പാസിറ്റി. ഈ കപ്പാസിറ്റി ആർക്കുണ്ട്? ഈ സ്കേഴ്സ് മീൻസിനുണ്ട്, പരിമിതമായ വിഭവങ്ങൾക്കുണ്ട്. അപ്പോൾ വിഭവങ്ങൾ പരിമിതമാണ്, എൻസാണ്, ആവശ്യങ്ങൾ എൻസാണ്, അൺലിമിറ്റഡ് ഹ്യൂമൻ വാണ്ട്സ് ആണ്. അപ്പോൾ നമുക്ക് അനന്തമായ ആവശ്യങ്ങളുണ്ട്, അതിനെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവങ്ങൾ പരിമിതമാണ്. ഈ പരിമിതമായ വിഭവങ്ങൾക്ക് എന്തിനുള്ള കഴിവുണ്ട്? അനന്തമായ ആവശ്യങ്ങളിൽ ഏതിനു വേണ്ടി വേണമെങ്കിലും വിനിയോഗിക്കപ്പെടുവാനുള്ള കഴിവുമുണ്ട്. അപ്പോൾ പ്രശ്നമായി. എന്ത് പ്രശ്നം വരും? ഏത് ആവശ്യങ്ങളെ ആദ്യം തൃപ്തിപ്പെടുത്തണം?
അവനൊരാവശ്യം ഇതുണ്ടാവുമല്ലോ. ഞാൻ പറഞ്ഞ എക്സാമ്പിൾ വെച്ച് 10 രൂപ കൊടുത്താൽ ബുക്ക് മാത്രമേ കിട്ടൂ, മറ്റൊന്നും കിട്ടില്ല, നോ പ്രോബ്ലം. ഞാൻ 10 രൂപ കൊടുത്ത് ബുക്ക് വാങ്ങിക്കൊണ്ട് വീട്ടിൽ പോകും. 10 രൂപ കൊടുത്താൽ പെൻസിലേ കിട്ടൂ, പെൻസിൽ മാത്രം മതി. പക്ഷെ 10 രൂപ കൊടുത്താൽ എനിക്ക് ആവശ്യമുള്ള 4-ൽ ഏതും വാങ്ങാം. അപ്പോൾ എൻ്റെ മുന്നിലൊരു പ്രശ്നം ഉണ്ടാവും, ഏത് വാങ്ങണം? ചോയ്സ്. ദിസ് ഈസ് എക്കണോമിക്സ് അക്കോർഡിംഗ് ടു ലേണൽ റോബിൻസ്. അപ്പോൾ അക്കോർഡിംഗ് ടു ലേണൽ റോബിൻസ്, economics is a study of, economics is a social science which deals with the human behavior, which has relationship with the ends and scarce means, which could have alternative uses. That means wants are unlimited, means are scarce. കുറേ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ wants are unlimited, ആവശ്യങ്ങൾ അനന്തമാണ്. means are scarce, അനന്തമായ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാനുള്ള വിഭവങ്ങൾ പരിമിതമാണ്. ഇനി പരിമിതമായ വിഭവങ്ങൾക്ക് എന്തിനുള്ള കപ്പാസിറ്റി ഉണ്ട്? ആൾട്ടർനേറ്റീവ് യൂസിങ് കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്തിനും നിർബന്ധിതരായിത്തീരും. സോ വി മസ്റ്റ് മേക്ക് എ ചോയ്സ്. നമ്മളൊരു തിരഞ്ഞെടുക്കൽ നടത്തണം. എന്താണ് തിരഞ്ഞെടുക്കേണ്ടത്? വിച്ച് വാണ്ട്സ് ആർ ടു ബി സാറ്റിസ്ഫൈഡ് ഫസ്റ്റ്. നമ്മുടെ അനന്തമായ ആവശ്യങ്ങളിൽ ഏതിനെ ആദ്യം തൃപ്തിപ്പെടുത്തണം? കാര്യം നമ്മുടെ അനന്തമായ ഏതാവശ്യത്തെയും തൃപ്തിപ്പെടുത്തുവാൻ വിഭവങ്ങൾക്ക് കഴിവുണ്ട്, പക്ഷെ എല്ലാം കൂടെ തൃപ്തിപ്പെടുത്താൻ പറ്റില്ല. അപ്പം നോക്കും, അനന്തമായ ആവശ്യങ്ങളിൽ ഏതിനെ ആദ്യം തൃപ്തിപ്പെടുത്തണം? തിരഞ്ഞെടുക്കൽ. ഇത് രണ്ടും തമ്മിലുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രമെന്ന് ലേണൽ റോബിൻസ് അദ്ദേഹത്തിൻ്റെ പുസ്തകമായ ആൻ എസ്സേ ഓൺ ദി നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് എക്കണോമിക്സ് എന്ന് പറയുന്ന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു. ദിസ് ഈസ് ദി തേർഡ് ഡെഫിനിഷൻ. ഇനി വാട്ട് ഈസ് എക്കണോമിക്സ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, എക്കണോമിക്സ് ഈസ് എ സ്റ്റഡി ഓഫ് സ്കേർസിറ്റി ആൻഡ് ചോയ്സ്. അപ്പോൾ എക്കണോമിക്സ്, വാട്ട് ഈസ് എക്കണോമിക്സ്? എക്കണോമിക്സ് ഈസ് എ സയൻസ് ഓഫ് വെൽത്ത്. What is economics? Economics is a science of welfare. What is economics? Economics is a science of scarcity and choice. ഇത് മൂന്നും കറക്റ്റാണ്. എക്കണോമിക്സ് എന്നാൽ എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരമാണ്. അപ്പോൾ ക്ലാസിക്കൽ എക്കോണമിസ്റ്റ് പറഞ്ഞിരിക്കുന്നു, നിയോ ക്ലാസിക്കൽ എക്കോണമിസ്റ്റ് പറഞ്ഞു, മോഡേൺ എക്കോണമിസ്റ്റിന് 2 ഡെഫിനിഷനാണ്. അതിൽ ഒന്നാമത്താണ് സ്കേർസിറ്റി ഡെഫിനിഷൻ. ഇനി നമുക്കൊരു ഡെഫിനിഷൻ പഠിക്കാനുണ്ട്, ഗ്രോത്ത് ഡെഫിനിഷൻ. അപ്പോൾ സ്കേർസിറ്റി ഡെഫിനിഷൻ മനസ്സിലായല്ലോ. അക്കോർഡിംഗ് ടു പ്രൊഫസർ ലയണൽ റോബിൻസ് ഇൻ ഹിസ് ബുക്ക് ആൻ എസ്സേ ഓൺ ദി Nature and Significance of Economics, published in the year 1932, defined the term economics as a science of scarcity and choice. That is, according to Robbins, economics is a social science which deals with human behavior as a relationship between ends and scarce means which have alternative uses. What do you mean by ends? Ends means unlimited wants. What do you mean by scarce means? Means here means the resources available for satisfying our wants. നമ്മളുടെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി ലഭ്യമായിട്ടുള്ള വിഭവങ്ങൾ, അതാണ് മീൻസ്. ആ മീൻസ് ആരാണ്? സ്കേഴ്സ് ആണ്, പരിമിതമാണ്. അപ്പോൾ ഈ പരിമിതമായ വിഭവങ്ങളും ഈ അനന്തമായ ആവശ്യങ്ങളും ുമായി ജനങ്ങൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, പെരുമാറുന്നു. ഇനി ഈ പരിമിതമായ വിഭവങ്ങൾക്ക് എന്തിനുള്ള കപ്പാസിറ്റി ഉണ്ട്? വിച്ച് ഹാവ് ആൾട്ടർനേറ്റീവ് യൂസസ്. ആൾട്ടർനേറ്റീവ് യൂസസ് മീൻസ് വി ക്യാൻ പുട്ട് for any purpose. The scarce means are capable of producing any items required by the people. ഈ പരിമിതമായ വിഭവങ്ങൾ ഉപയോഗിച്ചാൽ മനുഷ്യന് ആവശ്യമുള്ള ഏതും ഉൽപ്പാദിപ്പിക്കാം, പക്ഷേ എല്ലാം ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല. ഈ റിലേഷൻഷിപ്പിനെ വിളിക്കുന്ന പേരാണ് എക്കണോമിക്സ് എന്ന് ലേണൽ റോബിൻസ് പറഞ്ഞു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നിർവചനത്തെ നമ്മൾ വിളിക്കുന്നു സ്കേഴ്സിറ്റി ഡെഫിനിഷൻ. സോ ഹിസ് ഡെഫിനിഷൻ ഈസ് നോൺ ആസ് സ്കേഴ്സിറ്റി ഡെഫിനിഷൻ. അപ്പോൾ സാമ്പത്തിക ശാസ്ത്രത്തെ സംബന്ധിച്ച 3 നിർവചനങ്ങൾ: വെൽത്ത് ഡെഫിനിഷൻ, വെൽഫെയർ ഡെഫിനിഷൻ, സ്കേർസിറ്റി ഡെഫിനിഷൻ. അപ്പോൾ നമ്മുടെ 4ാമത്തെ നിർവചനമാണ് ഗ്രോത്ത് ഡെഫിനിഷൻ, വളർച്ചാ നിർവചനം. ഈ ഡെഫിനിഷൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് പ്രൊഫസർ പോൾ എ സാമുവൽസൺ ആണ്. അപ്പോൾ അക്കോർഡിംഗ് ടു പ്രൊഫസർ പോൾ എ സാമുവൽസൺ ഇൻ ഹിസ് ബുക്ക് എക്കണോമിക്സ്, പബ്ലിഷ്ഡ് ഇൻ ദി ഇയർ 1964, ഡിഫൈൻഡ് ദി ടേം എക്കണോമിക്സ് ആസ് എ സയൻസ് ഓഫ് ഗ്രോത്ത്. 1964 പ്രൊഫസർ പോൾ എ സാമുവൽസൺ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു. ആ പുസ്തകത്തിൻ്റെ പേരാണ് എക്കണോമിക്സ്, സാമ്പത്തിക ശാസ്ത്രം. ഈ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നു, എക്കണോമിക്സ് ഈസ് എ സയൻസ് ഓഫ് ഗ്രോത്ത്. എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ വളർച്ചയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രമാണ് സാമ്പത്തിക ശാസ്ത്രം. അപ്പോൾ ആഡം സ്മിത്ത് പറഞ്ഞു വെൽത്തിനെ കുറിച്ച് പഠിക്കുന്നതാണ്. ആൽഫ്രഡ് മാർഷൽ പറഞ്ഞു വെൽഫെയറിനെ കുറിച്ച് പഠിക്കുന്നു. ലേണൽ റോബിൻസ് പറഞ്ഞു സ്കേഴ്സിറ്റി ആൻഡ് ചോയ്സിനെ കുറിച്ച് പഠിക്കുന്നു. സാമുവൽസൺ പറയുന്നു ഗ്രോത്തിനെ കുറിച്ച് പഠിക്കുന്നു. ഇതിലേത് പറഞ്ഞാലും വാട്ട് ഈസ് എക്കണോമിക്സ് എന്ന് പറയുന്ന ചോദ്യത്തിന് ഉത്തരമാണ്. അതുകൊണ്ടാണ് ഈ 4 നിർവചനങ്ങളെയും ഡെഫിനിഷൻസ് ടു എക്കണോമിക്സ് എന്ന് പറയുന്ന ഈ ഭാഗത്തിൽ നമ്മൾ പഠിക്കുന്നത്.
അപ്പോൾ അക്കോർഡിംഗ് ടു പ്രൊഫസർ പോൾ എ സാമുവൽസൺ ഇൻ ഹിസ് ബുക്ക് എക്കണോമിക്സ് published in the year 1964, defined the term economics as a science of growth. വളർച്ചയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രമാണ് സാമ്പത്തിക ശാസ്ത്രമെന്ന് പ്രൊഫസർ പോൾ എ സാമുവൽസൺ പറഞ്ഞിരിക്കുന്നു. അതായത് അക്കോർഡിംഗ് ടു ഹിം, എക്കണോമിക്സ് ഈസ് ദി സ്റ്റഡി ഓഫ്, എക്കണോമിക്സ് എന്തിനെക്കുറിച്ച് പഠിക്കുന്നു? ഹൗ മെൻ ആൻഡ് സൊസൈറ്റി ചൂസ്, എങ്ങനെ മനുഷ്യൻ അല്ലെങ്കിൽ സമൂഹം തിരഞ്ഞെടുക്കും. ഇപ്പോൾ ഒരു കാര്യം തിരഞ്ഞെടുക്കാൻ രണ്ട് ഓപ്ഷൻ നമ്മുടെ മുന്നിലുണ്ട്, വിത്ത് ഓർ വിത്തൗട്ട് ദി യൂസ് ഓഫ് മണി. നമ്മുടെ ഉടമസ്ഥയിലുള്ള ഒരു വിഭവം നമ്മുടെ ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണമെങ്കിൽ പണം കൊടുക്കണ്ട. ഇനി നമ്മുടെ ഉടമസ്ഥതയിൽ ഇല്ലാത്ത ഒരു വിഭവം നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കണമെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? പണം കൊടുക്കണം. ആണ് എക്കണോമിക്സ് ഈസ് എ സ്റ്റഡി ഓഫ് ഹൗ മെൻ ആൻഡ് സൊസൈറ്റി ചൂസ്, എങ്ങനെ മനുഷ്യൻ അല്ലെങ്കിൽ സമൂഹം തിരഞ്ഞെടുക്കും. എങ്ങനെ തിരഞ്ഞെടുക്കും? വിത്ത് ഓർ വിത്തൗട്ട് ദി യൂസ് ഓഫ് മണി, പണം കൊടുത്ത് അല്ലെങ്കിൽ പണം കൊടുക്കാതെ. എന്താണ് മനുഷ്യൻ അല്ലെങ്കിൽ സമൂഹം തിരഞ്ഞെടുക്കേണ്ടത്? ടു എംപ്ലോയ് സ്കേഴ്സ് പ്രൊഡക്റ്റീവ് റിസോഴ്സസ്, പരിമിതമായ ഉൽപാദന ഘടകങ്ങളെ. ടു എംപ്ലോയ് സ്കേഴ്സ് പ്രൊഡക്റ്റീവ് റിസോഴ്സസ്. അപ്പോൾ പരിമിതമായ ഉൽപാദന ഘടകങ്ങളെ മനുഷ്യൻ അല്ലെങ്കിൽ സമൂഹം പണം കൊടുത്ത് അല്ലെങ്കിൽ പണം കൊടുക്കാതെ എങ്ങനെ ഉപയോഗിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, പരിമിതമായ ഉൽപാദന ഘടകങ്ങൾക്കൊരു കപ്പാസിറ്റി ഉണ്ട്. ഏത് കപ്പാസിറ്റിയാണ്? ആൾട്ടർനേറ്റീവ് യൂസിങ് കപ്പാസിറ്റി. അനന്തമായ ആവശ്യങ്ങളിൽ ഏതിനു വേണ്ടി വേണമെങ്കിലും വിനിയോഗിക്കപ്പെടുവാനുള്ള കപ്പാസിറ്റി. അപ്പം മൊത്തത്തിൽ പറഞ്ഞാലോ, എക്കണോമിക്സ് ഈസ് എ സ്റ്റഡി ഓഫ് ഹൗ മെൻ ആൻഡ് സൊസൈറ്റി ചൂസ് വിത്ത് ഓർ വിത്തൗട്ട് ദി യൂസ് ഓഫ് മണി ടു എംപ്ലോയ് സ്കേഴ്സ് പ്രൊഡക്റ്റീവ് റിസോഴ്സസ് വിച്ച് കുഡ് ഹാവ് ആൾട്ടർനേറ്റീവ് യൂസസ് ആൻഡ് ടു പ്രൊഡ്യൂസ് വേരിയസ് കമോഡിറ്റീസ്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ പരിമിതമായ ഉൽപാദന ഘടകങ്ങളെ പണം കൊടുത്ത് അല്ലെങ്കിൽ പണം കൊടുക്കാതെ നമ്മൾ ഉപയോഗിക്കുന്നത്? ആൻഡ് ടു പ്രൊഡ്യൂസ് വേരിയസ് കമോഡിറ്റീസ് ഓവർ ടൈം, വിവിധ കാലഘട്ടങ്ങളിൽ വിവിധ തരത്തിലുള്ള സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി. അപ്പോൾ അത്രയായിട്ട് നോക്കിയേ, വിവിധ കാലഘട്ടങ്ങളിൽ വിവിധ തരത്തിലുള്ള സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി ആൾട്ടർനേറ്റീവ് യൂസിങ് കപ്പാസിറ്റിയുള്ള പരിമിതമായ ഉൽപാദന ഘടകങ്ങളെ പണം കൊടുത്ത് അല്ലെങ്കിൽ പണം കൊടുക്കാതെ മനുഷ്യൻ അല്ലെങ്കിൽ സമൂഹം എങ്ങനെ ഉപയോഗപ്പെടുത്തും? ഇനി എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രൊഡക്ഷൻ നടക്കുന്നത്? പ്രൊഡക്ഷൻ നടത്തിയാൽ എന്ത് വേണം? ആൻഡ് ടു ഡിസ്ട്രിബ്യൂട്ട് ദം ഫോർ കൺസംഷൻ. അങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെട്ട സാധനങ്ങൾ ഉപഭോഗത്തിന് വേണ്ടി വിതരണം ചെയ്യപ്പെടണം. എപ്പോൾ? നൗ ആൻഡ് ഇൻ ഫ്യൂച്ചർ. ഇപ്പോഴും വേണം, പിന്നെയും വേണം. എവിടെ? എമംഗ് വേരിയസ് സെക്ഷൻസ് ആൻഡ് ഗ്രൂപ്പ്സ് ഓഫ് സൊസൈറ്റി. അപ്പം സമൂഹത്തിലെ വിവിധ ജനവിഭാഗങ്ങൾക്കിടയിൽ ഇപ്പോഴും പിന്നെയും ഉപഭോഗത്തിന് വേണ്ടി വിതരണം ചെയ്യപ്പെടുന്നതിന് വേണ്ടി വിവിധ തരത്തിലുള്ള സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുവാൻ ആൾട്ടർനേറ്റീവ് യൂസിങ് കപ്പാസിറ്റിയുള്ള പരിമിതമായ ഉൽപാദന ഘടകങ്ങളെ പണം കൊടുത്ത് അല്ലെങ്കിൽ പണം കൊടുക്കാതെ മനുഷ്യൻ അല്ലെങ്കിൽ സമൂഹം എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു? ഇതിനെക്കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് പ്രൊഫസർ പോൾ എ സാമുവൽസൺ പറഞ്ഞു. സോ ഹിസ് ഡെഫിനിഷൻ ഈസ് നോൺ ആസ് ഗ്രോത്ത് ഡെഫിനിഷൻ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നിർവചനത്തെ വിളിക്കുന്ന പേരാണ് ഗ്രോത്ത് ഡെഫിനിഷൻ. സിമ്പിളാണ്. പരിമിതമായ ഉൽപാദന ഘടകങ്ങൾ ഉപയോഗിച്ച് വിവിധ സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ച് എങ്ങനെ വിതരണം ചെയ്യപ്പെടണം. ഇത്രയും ആര് പറഞ്ഞിട്ടുള്ളൂ? പ്രൊഫസർ പോൾ എ സാമുവൽസൺ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ അദ്ദേഹത്തിൻ്റെ നിർവചനമായതുകൊണ്ട്, ഇത് ഉദ്ധരണി ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിലൊരു മാറ്റം വരുത്താൻ പറ്റില്ല. ഇത് ഈ രീതിയിൽ തന്നെ കാണാതെ പഠിച്ചേ പറ്റൂ. അപ്പോൾ ഇവിടെ തൊട്ട് നോക്കിയേ, വിവിധ സമൂഹങ്ങൾക്കിടയിൽ ഇപ്പോഴും പിന്നെയും ഉപഭോഗത്തിന് വേണ്ടി വിതരണം ചെയ്യപ്പെടുന്നതിന് വേണ്ടി വിവിധ കാലങ്ങളിൽ വിവിധ തരത്തിലുള്ള സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുവാൻ ആൾട്ടർനേറ്റീവ് യൂസിങ് കപ്പാസിറ്റിയുള്ള വിവിധ പരിമിതമായ ഉൽപാദന ഘടകങ്ങളെ പണം കൊടുത്ത് അല്ലെങ്കിൽ പണം കൊടുക്കാതെ മനുഷ്യൻ അല്ലെങ്കിൽ സമൂഹം എങ്ങനെ ഉപയോഗപ്പെടുത്തും? ഇതിനെക്കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രമെന്ന് പ്രൊഫസർ പോൾ എ സാമുവൽസൺ പറഞ്ഞു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നിർവചനത്തെ വിളിക്കുന്ന പേരാണ് ഗ്രോത്ത് ഡെഫിനിഷൻ. നോക്കി ഒന്നുകൂടെ ഇവിടെ തൊട്ട് നോക്കിയുള്ള എക്കണോമിക്സ് ഈസ് ദി സ്റ്റഡി ഓഫ്, എക്കണോമിക്സ് പഠിക്കുന്ന ആരെക്കുറിച്ച്? ഹൗ മെൻ ആൻഡ് സൊസൈറ്റി ചൂസ്, എങ്ങനെ മനുഷ്യൻ അല്ലെങ്കിൽ സമൂഹം തിരഞ്ഞെടുക്കും. ഒരു കാര്യം തിരഞ്ഞെടുക്കാൻ രണ്ട് ഓപ്ഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, വിത്ത് ഓർ വിത്തൗട്ട് ദി യൂസ് ഓഫ് മണി, പണം കൊടുത്ത് അല്ലെങ്കിൽ പണം കൊടുക്കാതെ. ഈ പണം കൊടുത്ത് അല്ലെങ്കിൽ പണം കൊടുക്കാതെ വിഭവങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു എംപ്ലോയ് സ്കേഴ്സ് റിസോഴ്സസ്. പരിമിതമായ ഉൽപാദന ഘടകങ്ങളെയാണ്
പണം കൊടുത്ത് അല്ലെങ്കിൽ പണം കൊടുക്കാതെ തിരഞ്ഞെടുക്കുന്നത്. ഈ പരിമിതമായ ഉൽപ്പാദന ഘടകങ്ങൾക്ക് ഒരു കപ്പാസിറ്റി ഉണ്ട്. ഏത് കപ്പാസിറ്റിയാണ്? വിച്ച് കുഡ് ഹാവ് ആൾട്ടർനേറ്റീവ് യൂസസ്. അപ്പോൾ ആൾട്ടർനേറ്റീവ് യൂസസ് ഉള്ള, യൂസിങ് കപ്പാസിറ്റി ഉള്ള പരിമിതമായ ഉൽപ്പാദന ഘടകങ്ങളെ പണം കൊടുത്ത് അല്ലെങ്കിൽ പണം കൊടുക്കാതെ എങ്ങനെ ഉപയോഗപ്പെടുത്തും? എന്തിനു വേണ്ടി? ടു പ്രൊഡ്യൂസ് വേരിയസ് കമോഡിറ്റീസ് ഓവർ ടൈം. വിവിധ കാലഘട്ടങ്ങളിൽ വിവിധ തരത്തിലുള്ള സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി. ആൻഡ് എന്നിട്ടോ ഡിസ്ട്രിബ്യൂട്ട് ദം ഫോർ കൺസംഷൻ. അങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെട്ട സാധനങ്ങൾ ഉപഭോഗത്തിന് വേണ്ടി വിതരണം ചെയ്യപ്പെടണം. എപ്പോഴൊക്കെ? നൗ ആൻഡ് ഇൻ ഫ്യൂച്ചർ. ഇപ്പോഴും വേണം, പിന്നെയും വേണം. എവിടെ? എമംഗ് വേരിയസ് പീപ്പിൾ ആൻഡ് ഗ്രൂപ്പ്സ് ഓഫ് സൊസൈറ്റി. സമൂഹത്തിലെ വിവിധ ജനവിഭാഗങ്ങൾക്കിടയിൽ. സോ ഹിസ് ഡെഫിനിഷൻ ഈസ് നോൺ ആസ് ഗ്രോത്ത് ഡെഫിനിഷൻ. അപ്പോൾ എക്കണോമിക്സ് എന്നാൽ എന്ത് എന്ന ചോദ്യത്തിന് എന്തൊക്കെ ഉത്തരം പറയാം? എക്കണോമിക്സ് ഇസ് എ സയൻസ് ഓഫ് വെൽത്ത്. ആൻസർ ഈസ് കറക്റ്റ്. എക്കണോമിക്സ് ഇസ് എ സയൻസ് ഓഫ് വെൽഫെയർ. എക്കണോമിക്സ് ഇസ് എ സയൻസ് ഓഫ് സ്കേഴ്സിറ്റി ആൻഡ് ചോയ്സ്. എക്കണോമിക്സ് ഈസ് എ സയൻസ് ഓഫ് ഗ്രോത്ത്. സോ ഡെഫിനിഷൻസ് ടു എക്കണോമിക്സ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് നമ്മൾ ഈ 4 നിർവചനങ്ങളെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ എവല്യൂഷൻ ഓഫ് എക്കണോമിക്സ് പറഞ്ഞു, ഡെഫിനിഷൻസ് ടു എക്കണോമിക്സ് പറഞ്ഞു. ഇനി നമുക്ക് അവിടുന്ന് പഠിക്കാനുള്ളത് ദി സബ്ജക്റ്റ് മാറ്റർ ഓഫ് എക്കണോമിക്സ് ആണ്. ദി സബ്ജക്റ്റ് മാറ്റർ ഓഫ് എക്കണോമിക്സ്. ഈ 4 ഡെഫിനിഷനുകൾ ഈ രീതിയിൽ തന്നെ, ഇത് ഉദ്ധരണികളായതുകൊണ്ട് ഈ രീതിയിൽ തന്നെ പഠിക്കണം. ഇതിനകത്തൊരു മാറ്റം വരുത്താൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് അതിൻ്റെ മീനിങ് വ്യക്തമായിട്ട് മനസ്സിലാക്കി വേണം പഠിക്കേണ്ടത്. ഇച്ചിരി കൺഫ്യൂഷനായിട്ട് തോന്നാൻ പറ്റുന്ന ഡെഫിനിഷൻ ഇത് മാത്രമേ ഉള്ളൂ. അതും സിമ്പിളാണ്. ഇവിടെ ഈ അവസാനം തൊട്ട് അതിൻ്റെ മീനിങ് നോക്കിക്കോളാം. വിവിധ ജനവിഭാഗങ്ങൾക്കിടയിൽ ഉപഭോഗത്തിന് വേണ്ടി വിവിധ സാധനങ്ങൾ വിവിധ കാലങ്ങളിൽ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യപ്പെടുന്നതിന് വേണ്ടി ആൾട്ടർനേറ്റീവ് യൂസിങ് കപ്പാസിറ്റിയുള്ള പരിമിതമായ ഉൽപ്പാദന ഘടകങ്ങളെ പണം കൊടുത്തോ പണം കൊടുക്കാതെയോ മനുഷ്യൻ അല്ലെങ്കിൽ സമൂഹം എങ്ങനെ ഉപയോഗപ്പെടുത്തും? ഇതിനെക്കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രമെന്ന് പ്രൊഫസർ പോൾ എ സാമുവൽസൺ പറഞ്ഞു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നിർവചനത്തെ വിളിക്കുന്ന പേരാണ് ഗ്രോത്ത് ഡെഫിനിഷൻ.